വിവോക്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളുടെയും റിസർച്ചിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസുകളാണ്. അങ്ങനെ ഞാൻ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണവുമായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് എൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വരികയുണ്ടായി. പുരുഷന്മാർക്ക് രാവിലെ ഉറക്കമുണരുമ്പോൾ ഉണ്ടാകുന്ന ഇംഗ്ലീഷിൽ മോർണിംഗ് വുഡ് അഥവാ നൊക്ടേണൽ പിനൈൽ ട്യൂമസൻസ് എന്ന് വിളിക്കുന്ന പ്രതിഭാസത്തെപ്പറ്റി ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയുമായിട്ട് ഈ വിഷയത്തിന് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പുരുഷന്റെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രകടമായ അടയാളം അല്ലെങ്കിൽ ബാരോമീറ്ററാണ് ഈ മോർണിംഗ് വുഡ് അഥവാ ഉറക്കത്തിലുണ്ടാകുന്ന ഉദ്ധാരണം. ആരോഗ്യമുള്ള പുരുഷന്മാരിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവരുടെ ലിംഗം 3 മുതൽ 5 തവണ വരെ ഉദ്ധരിച്ചു നിൽക്കാറുണ്ട്. ഇതിൽ ഏറ്റവും അവസാനം സംഭവിക്കുന്ന ഉദ്ധാരണമാണ് ഉറക്കമെണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ മോർണിംഗ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോർണിംഗ് വുഡ് എന്ന് പറയുന്ന പ്രതിഭാസം നിങ്ങൾക്ക് 3 മാസമോ അല്ലെങ്കിൽ അതിലേറെയോ ഒക്കെ ലഭിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊള്ളാവുന്ന ഒരു ഡോക്ടറിന്റെ അടുക്കൽ പോയിട്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് നിർബന്ധമായിട്ടും നടത്തണം. കാരണം നിങ്ങളുടെ ഈ ലിംഗത്തിൻ്റെ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യമേ പ്രകടമാകുന്നത് ലിംഗത്തിൻ്റെ ഉദ്ധാരണമില്ലായ്മയായിട്ടായിരിക്കും. പക്ഷേ ഈ ഒരു സൂചന പല പുരുഷന്മാരും അവഗണിക്കുകയാണ് ചെയ്യാറ്. ഒന്ന്, അവർക്കിതിൻ്റെ ഒരു ഗൗരവത്തെപ്പറ്റി ഇപ്പോഴും അറിഞ്ഞുകൂടാ. 2, ഈ ലൈംഗിക ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കാനായിട്ട് പല പുരുഷന്മാർക്ക് ഇപ്പോഴും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പഠനങ്ങൾ ഇന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ ഉദ്ധാരണമില്ലായ്മ നിങ്ങൾ വർഷങ്ങളോളം അവഗണിക്കുകയാണെങ്കിൽ അത് പിന്നീട് ഒരു ഹൃദയാഘാതത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ആ വീഡിയോയിൽ സംസാരിച്ചത്. ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയ അറിവുമായിട്ട് എൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വന്ന ആ യുവാവ് അദ്ദേഹത്തിന് മാസങ്ങളോളം ഈ മോർണിംഗ് വുഡ് എന്ന് പറയുന്ന പ്രതിഭാസം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ കൺസൾട്ടേഷൻ ചെയ്യുന്നു. തൻ്റെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളെ പറ്റി ആ ഡോക്ടറിൻ്റെ അടുക്കൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ തനിക്ക് മാസങ്ങളായിട്ട് ഈ മോർണിംഗ് വുഡ് ലഭിക്കുന്നില്ല എന്നും കൂടെ ആ ഡോക്ടറിനോട് പറയുകയുണ്ടായി. ആ യുവാവ് എൻ്റെ അടുക്കൽ പറഞ്ഞത് താൻ ഈ മോർണിംഗ് വുഡിനെ പറ്റി ഡോക്ടറിൻ്റെ അടുക്കൽ പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും ഇത് യൂട്യൂബ് ഡോക്ടർമാരുടെ കണ്ടുപിടുത്തമാണ് എന്നുമൊക്കെയായിരുന്നു. അത് കേട്ടപ്പോൾ തനിക്ക് കുറച്ച് നേരത്തേക്ക് എന്ത് വിശ്വസിക്കണം എന്നുള്ളൊരവസ്ഥയായി പോയി എന്നാണ് ആ യുവാവ് എൻ്റെ അടുക്കൽ പറഞ്ഞത്. കാരണം ഇത് തന്നോട് പറഞ്ഞത് വളരെ സീനിയർ ആയിട്ടുള്ള MBBS MDയും ഒക്കെ ഉള്ളൊരു ഡോക്ടറാണ്. ഞാൻ ആ ഡോക്ടറിൻ്റെ പേര് ഇവിടെ പറയാത്തത് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് എൻ്റെ പക്കൽ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് എൻ്റെ അടുക്കൽ കൺസൾട്ടേഷന് വന്ന ആ യുവാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും ഞാൻ ആ യുവാവിനോട് നിങ്ങൾ വേറെ കൊള്ളാവുന്ന ഒരു യൂറോളജിസ്റ്റിനെയോ എൻഡോക്രിനോളജിസ്റ്റിനെയോ ഒക്കെ ഒന്നും കൂടെ പോയി കാണാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്ന് സ്മാർട്ട് ഫോണിൻ്റെയും AI ചാറ്റ് ബോട്ടുകളുടെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഏതൊരു ഡോക്ടർ വായിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനത്തെ പറ്റിയോ റിസർച്ചിനെ പറ്റിയോ ഒക്കെ നിമിഷ നേരം കൊണ്ട് അവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഏതൊരു എക്സ്പേർട്ടോ ഡോക്ടറോ ഒക്കെ പറയുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള സത്യം നിങ്ങൾക്കും സ്വയം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെന്തുകൊണ്ടാണ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനത്തെ പറ്റി സൂചിപ്പിക്കുന്ന ഉദ്ധാരണമില്ലായ്മയെ ഇത്ര നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞത്? അതിൻ്റെ കാരണം ഞാൻ വീഡിയോകളിൽ ആവർത്തിച്ച് പറയാറുള്ള ഡോക്ടർമാരുടെ ലൈംഗിക വിദ്യാഭ്യാസത്തിലുള്ള അഭാവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന നിങ്ങളുടെ ബന്ധത്തെയും ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും കണ്ടുപിടിക്കുവാനും അതിന് ഉചിതമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും ഒക്കെയുള്ള ഒരു കഴിവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യമേ വേണ്ടത് മെഡിക്കൽ ഡിഗ്രിയോ സൈക്കോളജി ഡിഗ്രിയോ ഒന്നുമല്ല, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിലുള്ള ഒരു പരിജ്ഞാനമാണ്. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിൽ പരിജ്ഞാനമുള്ള ഡോക്ടർമാർ ഇന്ത്യയിൽ പോലും വളരെ കുറവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളം പോലെ ഒരു രാജ്യത്ത് ജനങ്ങൾ ഡോക്ടർമാരുടെ പ്രശസ്തിയെയും മെഡിക്കൽ ഡിഗ്രിയും ഒക്കെ ഇപ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഏറെയും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ളൊരു ഡോക്ടർ വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് നാളെ നിങ്ങളും ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ആദ്യമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ആ ഡോക്ടറിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിലുള്ള ഒരു അറിവാണ്. കാരണം അല്ലെങ്കിൽ പണി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മോർണിംഗ് വുഡ് അഥവാ ഉറക്കത്തിലുണ്ടാകുന്ന ഉദ്ധാരണത്തിൻ്റെ ശക്തി പുരുഷന്മാർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ കാരണവും ഡയബറ്റിക്സ്, ബ്ലഡ് പ്രഷർ, ക്യാൻസർ എന്ന് തുടങ്ങിയ അസുഖങ്ങൾ കാരണവും ഈ ഉറക്കത്തിലുണ്ടാകുന്ന ഉദ്ധാരണം നഷ്ടമായേക്കാം. അപ്പോൾ അത് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പീനിസ് പമ്പ് എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ള ഒരു ഉപകരണത്തെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചർച്ച ചെയ്യാൻ ചേരുന്നത് ഓസ്ട്രേലിയയിലെ പ്രശസ്ത സെക്സോളജിസ്റ്റും റെസ്റ്റോറേറ്റീവ് സെക്ഷൽ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ സ്ഥാപകയും ദ പീനിസ് പ്രോജക്റ്റ് എന്ന പേരുള്ള പോഡ്കാസ്റ്റിൻ്റെ സഹസ്ഥാപകയുമായ മെലീസ ഹെഡ്ലി ബാരറ്റ് ആണ്.
പല 30കളിലും 40കളിലും 50കളിലുമൊക്കെയുള്ള പുരുഷന്മാർ ചിന്തിക്കുന്നത് അവരുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിൻ്റെ ശക്തിയും നിലനിൽക്കാനൊക്കെയുള്ള ഒരു കഴിവും അവർക്ക് 18 വയസ്സുള്ളപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ്. എന്നാൽ ഇത് സത്യത്തിൽ ഒരു വ്യാമോഹം മാത്രമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം അവരുടെ ഉദ്ധാരണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നല്ല. അത് പ്രായത്തിനനുസരിച്ച് അവരുടെ ശരീരം മാറുന്നത് കൊണ്ടുള്ള ഒരു വ്യതിയാനമാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണത്തിൻ്റെ ശക്തി ഏറെക്കുറെ വീണ്ടെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ പീനിസ് പമ്പ്. മുതിർന്ന പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഉപകരണമാണ് ഈ പീനിസ് പമ്പ് എന്ന് പറയുന്നത്. ഇത് പ്രമേഹം, നട്ടെല്ലിൻ്റെ പരിക്ക്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി എന്ന് തുടങ്ങിയ അസുഖങ്ങൾ കാരണം രാത്രികാലങ്ങളിൽ ഉദ്ധാരണം നഷ്ടമായ പുരുഷന്മാർക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നിങ്ങൾ ജിമ്മിലൊക്കെ പോയി ശരീരത്തിന് വർക്കൗട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലിംഗത്തിന് എക്സർസൈസ് നൽകുന്ന ഒരു ഉപകരണമാണ് ഈ പീനിസ് പമ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈക്ക് കൂടുതൽ ബലം നൽകുന്നത് 50 കിലോ ഭാരം ഒരു തവണ ഉയർത്തുന്നതിനെക്കാട്ടിലും 5 കിലോ ഭാരം 10 തവണ ഉയർത്തുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പീനിസ് പമ്പിൻ്റെ പ്രവർത്തനവും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പീനിസ് പമ്പ് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന പമ്പ് ഒരു മെഡിക്കൽ ഗ്രേഡ് ഉപകരണമാണോ എന്നുള്ളതാണ്. എന്താണ് ഈ മെഡിക്കൽ ഗ്രേഡ് ഉപകരണം എന്ന് പറയുന്നത്? അതായത് ലിംഗത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലെ FDA പോലെയുള്ള ഏജൻസികൾ അംഗീകരിച്ച സുരക്ഷിതമായിട്ടുള്ള ഉപകരണമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകത? ഈ പീനിസ് പമ്പ് എന്ന് പറയുന്നത് ഒരു സെക്സ് ടോയ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഓൺലൈനിൽ നിന്നും മറ്റും വാങ്ങുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഉപകരണമല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണ ശേഷി തന്നെ ഇല്ലാതാകാനുള്ള ഒരു അപകടമുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന പുരുഷന്മാർ അത് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പീനിസ് പമ്പ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്? ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉറപ്പിച്ചു വെച്ചതിന് ശേഷം ആ പമ്പിനുള്ളിൽ ഒരു വാക്യൂം സൃഷ്ടിക്കുകയാണ്. അതിന് വേണ്ടത് ആ പമ്പിൻ്റെ അഗ്രഭാഗത്ത് കൈകൊണ്ട് സ്ക്വീസ് ചെയ്യുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സാവധാനത്തിൽ പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിംഗത്തിൽ സാവധാനത്തിൽ രക്തം നിറയുകയും അത് ഉദ്ധരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യും. ലിംഗത്തിൽ കൈകൊണ്ട് ആരോ പിടിച്ച് വലിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും വാക്യൂം സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ ഒരിക്കലും വേദന ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഉടനടി നിർത്തുക. ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ലിംഗം ഉദ്ധാരണത്തിലെത്തും. ആ ഉദ്ധരിച്ച ലിംഗം ട്യൂബിനുള്ളിൽ 1 മിനിറ്റ് പിടിച്ചു നിർത്തിയതിന് ശേഷം റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം 3 തവണ റിപ്പീറ്റ് ചെയ്യുക. ഒരു ദിവസം മൊത്തത്തിൽ 5 മിനിറ്റ് മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ പീനിസ് പമ്പ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന ഏതെങ്കിലും ഒരു യൂറോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്നോ ഒക്കെ വാങ്ങാവുന്നതാണ്. ഈ പീനിസ് പമ്പിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം, ഇത് ശരിയായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 70-80 വയസ്സുള്ള പുരുഷന്മാർക്ക് പോലും അവരുടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണം മരുന്നുകളുടെ സഹായമോ സൈഡ് എഫക്റ്റുകളോ ഒന്നും കൂടാതെ തന്നെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.